ഹലോ, ഈ ഒരു ബ്രൈഡിന് ഞാൻ ഒരുക്കാൻ പോയപ്പോഴുണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ സങ്കടവും നാണക്കേടും തോന്നുന്ന ഒരു ഇൻസിഡൻറ്റ് ഈ കുട്ടി എന്നോട് പറഞ്ഞു കേട്ടോ. നമ്മുടെ ഒരു ഷോപ്പ് വരുന്നത് കൃപാസനത്തിനടുത്ത് റെൻ്റൽ ഷോപ്പും മേക്കപ്പ് സ്റ്റുഡിയോയും കൂടെയാണ്. ദൂരെ നിന്നുള്ള കുട്ടികൾ വരുമ്പോൾ അവർ കൃപാസനത്തിൽ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ഓട്ടോ ചേട്ടന്മാരോട് ചോദിച്ചിട്ടാണ് വരിക. എല്ലാ ആൾക്കാരും അതുകൊണ്ട് കാണിച്ചു കൊടുക്കാറും പറഞ്ഞു കൊടുക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കുട്ടി കയറിയ ഓട്ടോയിലെ ചേട്ടൻ ചോദിച്ചത്രേ അയാൾക്ക് അറിഞ്ഞുകൂടാന്ന്. ഓക്കെ, അപ്പോൾ ഈ കുട്ടി യൂട്യൂബിലും എന്നെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ പുള്ളിക്കാരന് മനസ്സിലായി. പുള്ളിക്കാരൻ പറഞ്ഞു, ഓ നിങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങോട്ട് തിരക്കി വന്നതെന്ന്. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിക്കുവാണേ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ ചേച്ചിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞ എടാ എല്ലാവരും അല്ല, ചിലരെങ്കിലും അങ്ങനെ കാണുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാനത് ഒഴിവാക്കി വിട്ടെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. നമ്മുടെ നാട്ടുകാരുടെ കൂടെ പേര് കളയുന്ന രീതിയിലുള്ള ഒരുമാതിരി പെരുമാറ്റമായിപ്പോയി. പണ്ടൊക്കെ ഈ കല്യാണം മുടക്കിയ അമ്മാവന്മാരൊക്കെ ചായക്കടകളിലൊക്കെ ഇരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഒരു സ്വഭാവം നിങ്ങൾ കാണിക്കാതിരിക്കുക കേട്ടോ. ഞാൻ ഒരു രാത്രി നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായതല്ല ഈ ദൂരെ നിന്ന് കുട്ടികൾ എൻ്റെ മേക്കപ്പ് കണ്ട് തിരക്കി വരുന്ന ഒരു രീതി. ഈ കുട്ടി പറഞ്ഞു ചേച്ചിയുടെ മേക്കപ്പ് ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും ദൂരത്തുനിന്ന് തിരക്കി വന്നതെന്ന്. എൻ്റെ 6 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണത്. അതങ്ങനെ പെട്ടെന്ന് ആർക്കും കളയാൻ പറ്റില്ല. കാര്യം സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ, കഴിവുകൾ കാര്യങ്ങൾ ആർക്കും കട്ടെടുക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും ആരോടും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ വില കൂടെ പോവും.